ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മളിപ്പോൾ ഡെയിലി ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? ChatGPT, ജെമിനി, ഡീപ്സിക്ക് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ഇത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിച്ചോ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യനെ ഓർമ്മിച്ച് വെച്ച് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ AI തരുന്ന അടുത്ത ആൻസർ. അപ്പൊ എങ്ങനെയായിരിക്കും ഇവരിതിനെ ഓർമ്മിച്ച് വെക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്പോട്ടിഫൈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ സ്പോട്ടിഫൈയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കും വരുന്നത്. ഈവൻ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലേക്കൊക്കെ വരുമ്പോഴും ഈ ഒരു ടേസ്റ്റ് റെക്കമെൻഡേഷനിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ഇവർ ഈ ഒരു ഡാറ്റ ഓർമ്മിച്ച് വെക്കുന്നത്? അപ്പം അതിന്റെ പുറകിലുള്ള സീക്രട്ട് വെക്ടർ ഡാറ്റാബേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈവൻ നിങ്ങൾ ഈ ഒരു ഡാറ്റാബേസിനെ കുറിച്ച് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതെങ്കിലും ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ട്രഡീഷണൽ ഡാറ്റാബേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പം MySQL ആവാം, അല്ലെങ്കിൽ PostgreSQL ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് MongoDB ആവാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലൊരു മൂവി ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൂവിന്റെ ID ഒരു പ്രൈമറി കീ ഉണ്ടാവും, അതുപോലെ തന്നെ ടൈറ്റിലും അതിന്റെ ജോണറൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ലേറ്റർ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാന്ന് വിചാരിച്ചു, ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. ഇപ്പം എനിക്കൊരു ഇൻസെപ്ഷൻ മൂവിന്റെ ഡീറ്റെയിൽ എടുത്ത് കിട്ടണം. ഇവിടെ എക്സാക്ട് ആയിട്ട് നമ്മൾ മൂവിന്റെ ടൈറ്റിൽ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് എക്സാക്ട് മാച്ചിങ് നടത്തി ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രീംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന മൂവി ലിസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസെപ്ഷൻ പോലെ സിമിലർ ആയിട്ടുള്ള മൂവീസ് വേണം, ക്രിസ്റ്റഫർ നോളന്റെ മൂവീസ് വേണം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ട്രഡീഷണൽ ഡാറ്റാബേസിന് ഇതിനൊരു ആൻസർ കൊടുക്കുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു എക്സാക്ട് മാച്ചിങ്ങേ നടക്കുകയുള്ളൂ. ഈ മാച്ചിങ് നടത്താനുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പൊ ഡ്രീംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവീസ് വേണമെന്ന് പറയുമ്പോൾ ഇൻസെപ്ഷൻ ഒന്നും അതിൽ വരില്ല. കാരണം ഇൻസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ഒന്നും സാധാരണ നമ്മൾ കൊറിയയിൽ ഫിൽട്ടർ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് റെയർ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ട്രഡീഷണൽ ഡാറ്റാബേസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടി ഫെയിൽ ആവും. ഇവിടെയാണ് നമുക്ക് വെക്ടർ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ വെക്ടർ ഡാറ്റാബേസിലെ വെക്ടർ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, അതാണ് എന്താ പറയാ ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം, അതൊരു ടെക്സ്റ്റിനെ ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജിനെ ആവാം, ഒരു ഓഡിയോനെ ആവാം. അപ്പം ഈ ഒരു ഇമേജ് നമുക്ക് എടുക്കാം. ഈ ഒരു ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രൂട്ട്സിന്റെ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ്, നമ്മൾ വെക്ടർ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിൾ എടുക്കാം. ആപ്പിളിന്റെ ഇപ്പൊ കളറ്, അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റ്, അതിന്റെ ഷേപ്പ്, അതിന്റെ സൈസ്, ഇതിനൊക്കെ നമ്മൾ ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്യും. സിമിലർ ആയിട്ട് നമ്മൾ അടുത്ത ഫ്രൂട്ട് ഒരു ബനാന എടുക്കുകയാണെങ്കിൽ അതിന്റെയും ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇപ്പൊ ടേസ്റ്റ്, കളറ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ നമുക്ക് സ്ട്രോബെറി എടുക്കാം. സ്ട്രോബെറിന്റെയും ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഓരോ നമ്പർ വെച്ചിട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വേർഡിനനുസരിച്ച്, മീനിങ്ങിനനുസരിച്ചിട്ടാണ് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഈ ഒരു ഫ്രൂട്ടിന്റെ ഒരു സ്പേസ് എടുക്കുന്ന സമയത്ത് അതിന്റെ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ ആപ്പിളും സ്ട്രോബെറിയും ബനാനനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് വരും. കാരണം അതിന്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പോൾ കളർ ആണെങ്കിലും അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ ക്ലോസ് ആയിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മളൊരു കോർഡിനേറ്റ്സ് പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗ്രാഫ് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ക്ലോസ് ആയിട്ട് നിൽക്കും. കുറച്ചും കൂടെ മാറിയായിരിക്കും എന്ന് നിൽക്കുന്നത് ബനാന നിൽക്കുന്നത്. അപ്പം ഇപ്പൊ ഇതിന്റെ ഇതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് അതിന്റെ മീനിങ് വൈസ് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇപ്പൊ നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വെക്ടർ ജനറേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ എംബഡിംഗ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. എംബഡിംഗ് മോഡൽസ് ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഒരു കൺവേർട്ടർ ആയിട്ട് വിചാരിച്ചാൽ മതി. നമ്മുടെ കയ്യിലുള്ള ഈ ഡോക്യുമെന്റ്സിനെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ മൂവീസിന്റെ ഡീറ്റെയിൽസിനെ ഇതുപോലെ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എംബഡിംഗ് മോഡൽസ്.
ഒരുപാട് എംബഡിംഗ് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓപ്പൺ എഐന്റെ എംബഡിംഗ് ടെക്സ്റ്റ് എംബഡിംഗ് 3 ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് റാഗിന്റെ വീഡിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പൈത്തോണിന്റെ സെന്റൻസ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അത് ഓപ്പൺ സോഴ്സ് ആണ്. ഗൂഗിളിന്റെ വേർട്ട് ഉണ്ട്, BERT. അപ്പൊ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്ന വേർഡല്ല, ഒരുപോലെ മീനിങ് വരുന്ന വേർഡ്സിന് അതിന് സെയിം നമ്പേഴ്സ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഈവൻ വേർഡ് ഡിഫറെന്റ് ആണെങ്കിലും ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ക്യാറ്റ് സാറ്റ് ഓൺ എ മാറ്റ്, ഇതൊരു സെന്റൻസ്. അതുപോലെ തന്നെ ദ ഡോഗ് റെസ്റ്റഡ് ഓൺ എ റഗ്. അപ്പം ഇത് രണ്ട് ജീവികളാണ്. രണ്ടും ഓൾമോസ്റ്റ് റെസ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് റഗ്ഗും അതുപോലെ തന്നെ എന്താ പറയാ ഒന്ന് മാറ്റും. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് രണ്ടും റിട്ടേൺ ചെയ്യും. കാരണം മീനിങ് വൈസ് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആയതുകൊണ്ട് ഈവൻ നമ്മൾ ഈ പറഞ്ഞ വേർഡുകൾ തമ്മിൽ സെന്റൻസുകൾ തമ്മിൽ വേർഡ് വൈസ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും മീനിങ് വൈസ് സെയിം ആയതുകൊണ്ട് ഇതിന് ഒരു ഐഡന്റിക്കൽ നമ്പേഴ്സ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് ഇമേജസ് നമ്മുടെ കയ്യിലുള്ള എന്ത് ഒബ്ജക്റ്റിനെ വേണമെങ്കിലും ആകാം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എംബഡിംഗ് മോഡൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി എങ്ങനെയാണ് ഡാറ്റാബേസിൽ ഈ ഒരു വെക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ഇത് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഫസ്റ്റ് ഡോക്യുമെന്റിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് ജനറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ആ ഡോക്യുമെന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്, നമ്മുടെ പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്, സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്, പ്രോഡക്റ്റിന്റെ സെല്ലിംഗ്, ഷിപ്പിംഗ്, ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് എംബഡിംഗ് ജനറേറ്റ് ചെയ്യും. അതായത് ഈ ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്ത് ആ വെക്ടേഴ്സ് നമ്മൾ ഡാറ്റാബേസിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഒന്ന് ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറേറ്റ് ചെയ്തെടുത്ത വെക്ടേഴ്സും അതുപോലെ തന്നെ അതിന്റെ കൂടെ അതിന്റെ ഡോക്യുമെന്റും കൂടെ സ്റ്റോർ ചെയ്യും. കാരണം കസ്റ്റമറിന് ഈ വെക്ടേഴ്സ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, അവർക്ക് എക്സാക്ട് അവർ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ അവർക്ക് മനസ്സിലാവുന്ന പോലെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ വേണം. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ആയിരിക്കും ഈ ഒരു മീനിങ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോറി കംപ്ലീറ്റ് ആയല്ലോ. ഇനി എങ്ങനെയാണ് ഈ ഒരു സെർച്ചിങ് വരുന്നത്? അതായത് ഈ ഒരു വെക്ടർ ഡാറ്റാബേസിലെ ഒരു സെർച്ചിനെ നമ്മൾ സെമാന്റിക് സെർച്ച് എന്നാണ് പറയുന്നത്. അതായത് മീനിങ് ബേസ്ഡ് സെർച്ച്. നമ്മളൊരു കീവേഡ് ബേസ്ഡ് സെർച്ചിങ് നടത്താതെ നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസിൽ നമ്മൾ കീവേഡ് ബേസ്ഡ് സെർച്ചിങ് ആണ് നടത്തുന്നത്. അത് മീനിങ് മാച്ച് ആകുമ്പോഴാണ് നമ്മൾ ഡാറ്റ റിട്ടേൺ കൊടുക്കുന്നത്. അതിന് പകരം മീനിങ് ബേസ്ഡ് സെർച്ച്, സെമാന്റിക് ബേസ്ഡ് സെർച്ച് ആണ് ഇതിനെ ട്രഡീഷണൽ ഡാറ്റാബേസിന് ഒരു പടിയും കൂടി ഉയർത്തി വെക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് റിലേറ്റ് ചെയ്തിട്ട് ഒരു വെക്ടർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഒരു ലാപ്ടോപ്പ് അവരുടെ പ്രൊഡക്റ്റിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി, ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവരുടെ ഒരു വെക്ടർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ക്വസ്റ്റിന് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് നമ്മളൊരു ട്രഡീഷണൽ ഡാറ്റാബേസ് എടുക്കാം. കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ലാപ്ടോപ്പ് ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ ലാപ്ടോപ്പും ഓവർ ഹീറ്റും കൂടെ വെച്ചിട്ട് വേർഡ് മാച്ച് ആവുന്നതിന് അതിന് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യാം? കസ്റ്റമറിന് ഈ നമ്മുടെ PostgreSQLന് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ കസ്റ്റമർ ഒന്നും കൂടെ വേറൊരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പൊ എന്താ പറയാ, എൻ്റെ കമ്പ്യൂട്ടർ ഭയങ്കര ചൂടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഹോട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നോട്ട്ബുക്കിന് ടെമ്പറേച്ചർ ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ എഗെയിൻ ഈ PostgreSQLന് അല്ലെങ്കിൽ MySQLന് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മൾ വെക്ടറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിലോ അവർക്ക് ഈ ഒരു മീനിങ്, അതായത് ഹീറ്റ്, ഹോട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഇതിനെല്ലാം മീനിങ് വൈസ് സിമിലർ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഡോക്യുമെന്റ് അതിന് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവിടെ ഒരു സെമാന്റിക് സെർച്ച്, മീനിങ് ബേസ്ഡ് സെർച്ച് ആണ് നടത്തുന്നത്. അതാണ് ബാക്കിയുള്ള ട്രഡീഷണൽ DBയും വെക്ടർ ഡാറ്റാബേസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസിൽ നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് റീട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സിങ് മെത്തേഡ് നമ്മൾ ചെയ്യും. ഒരു സിംഗിൾ കോളത്തിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസിനെ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഇൻഡെക്സിങ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ഇൻഡെക്സിങ് അവൈലബിൾ ആണ്. ഈ HNSW
ഡബ്ല്യു അല്ലെങ്കിൽ IVF ഈ പോപ്പുലർ ആയിട്ടുള്ള 2 ഇൻഡെക്സ് മെത്തേഡാണ്. ഇത് കൂടാതെയും ഇൻഡെക്സ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ChromaDB ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞാൽ മതി. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണിത് ഇൻഡെക്സിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു സെമാന്റിക് സെർച്ച് നടത്തുന്നതെന്ന്. അപ്പൊ ഈ ഒരു സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് മെട്രിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിമിലാരിറ്റി മെട്രിക്സ് അതിന്റെ ക്ലോസ്നെസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ കൊസൈൻ സിമിലാരിറ്റി, അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ്, അതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ യൂസ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റാഗ് സിസ്റ്റം ജനറേറ്റ് ചെയ്തപ്പോൾ അവിടെ അതായത് റീട്രൈവൽ അഗ്മെന്റൽ ജനറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതായത് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് ജനറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കണം അല്ലേ. അപ്പൊ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ ഡാറ്റാബേസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇപ്പോൾ റെക്കമെൻഡേഷൻ സിസ്റ്റം ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന് അല്ലെങ്കിൽ സ്പോട്ടിഫൈക്ക് ആമസോണിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള സെർച്ചിന് GitHub കോഡ് പൈലറ്റ് ഒക്കെ അല്ലേ, അതും ഈ ഒരു കോഡ് സ്നിപ്പറ്റ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളൊരു Q&A സിസ്റ്റം ജനറേറ്റ് ചെയ്യുവാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് മാത്രമല്ല ഇമേജ് സെർച്ചിന് വേണ്ടിയിട്ടും ഡോക്യുമെന്റ് സെർച്ചിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു വെക്ടർ ഡാറ്റാബേസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് PostgreSQL അത്യാവശ്യം നല്ല പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവരെ എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. PG വെക്ടർ അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസസ് ഉണ്ട്. ഇവൻ നിങ്ങൾ പഠിച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ ChromaDB ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അതുകൂടാതെ മിൽവസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള DB ഉണ്ട്. ഇപ്പൊ പൈൻകോൺ ഉണ്ട്, അതുപോലെ തന്നെ VB8 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ വീഡിയോ വേണം, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഒരു വെക്ടർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോ ഞാൻ ഇത് വെക്ടർ ഡാറ്റാബേസിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ എനിക്ക് യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയനും കൂടി എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.